എല്ലാവർക്കും എൻ്റെ വലിയ നമസ്കാരം. കഴിഞ്ഞ 10 വർഷത്തിലധികമായി വാഹനാപകടത്തെ തുടർന്ന് തളർന്നു കിടക്കുന്ന ഒരു യുവതിയുടെ അനുഭവമാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. ഇതിലെ ആളുകളുടെ പേരും മറ്റും ഞാൻ മാറ്റി പറയുകയാണ്, കാരണം ആരെയും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടിയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് റോസിൽ നിന്ന് പേരുള്ള ഒരു യുവതി റോഡിലൂടെ നടന്നു പോവുകയായിരുന്നു. ഈ സമയം റോയി എന്ന് പേരുള്ള 30 വയസ്സ് പ്രായമുള്ള ഒരു യുവാവ് അശ്രദ്ധമായി വേഗതയിൽ ഓടിച്ചു വന്ന ഒരു മോട്ടോർ സൈക്കിൾ ഈ യുവതിയെ ഇടിക്കുകയും ഈ യുവതി റോഡിൽ തെറിച്ച് വീണ് തലയ്ക്കും നട്ടലിനും മറ്റും ഗുരുതരമായി പരിക്കേറ്റു. അവരെ വിദഗ്ധ ചികിത്സയ്ക്കായി ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഹോസ്പിറ്റലിൽ വിദഗ്ധ ചികിത്സ വലിയ പണമൊക്കെ നൽകിയ കുടുംബക്കാർ നല്ല ചികിത്സ നൽകി. എങ്കിലും ഇന്ന് കഴിഞ്ഞ 10 വർഷമായിട്ട് അപകടത്തെ തുടർന്ന് അവർക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്ത അത്ര ഗുരുതര പരിക്കാണ് അവർക്ക് സംഭവിച്ചത്. ഈ സംഭവം അറിഞ്ഞ് പോലീസ് സ്ഥലത്തെത്തി അവരുടെ മൊഴിയൊക്കെ രേഖപ്പെടുത്തി. വാഹനമടിച്ചു വന്ന റോയി എന്ന യുവാവിനെതിരെ 279, 337, 338 IPC പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. കേസ് രജിസ്റ്റർ ചെയ്ത് പോലീസ് അന്വേഷിക്കുമ്പോൾ റോയി ഓടിച്ചു വന്ന മോട്ടോർ സൈക്കിളിന് മതിയായ ഇൻഷുറൻസ് പരിരക്ഷ ഇല്ല എന്ന് മനസ്സിലാക്കി ഇൻഷുറൻസ് ഇല്ലാത്ത സെക്ഷനോട് കൂട്ടിച്ചേർത്ത് റോയിക്കെതിരെ കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. റോസലിന് വേണ്ടി റോസലിൻ്റെ കുടുംബക്കാർ നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടി മോട്ടോർ ആക്സിഡൻറ്റ് ക്ലെയിം ട്രൈബ്യൂണൽ മുമ്പാകെ പെറ്റീഷൻ ഫയൽ ചെയ്തു. പെറ്റീഷൻ ഫയൽ ചെയ്ത് കോടതിയിൽ മുമ്പാകെ കേസ് വരുമ്പോൾ കോടതി കേസ് ഫയൽ പരിശോധിക്കുമ്പോൾ വാഹനത്തിന് മതിയായ ഇൻഷുറൻസ് ഇല്ലെന്ന് മനസ്സിലാക്കിയതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിക്ക് ഇതിന് ലയബിലിറ്റി ഇല്ലാതെ വന്നു. തുടർന്ന് കോടതി കേസ് പരിഗണിച്ച് 23 ലക്ഷം രൂപ നഷ്ടപരിഹാരം റോസലിന് കൊടുക്കുവാൻ തീരുമാനിച്ചു. ഈ നഷ്ടപരിഹാരം ഈ വാഹനം ഓടിച്ചിരുന്ന റോബിൻ്റെയിൽ നിന്നും വാഹനത്തിൻ്റെ RC ഓണറായിരുന്ന മുഹമ്മദ് എന്നയാളിൽ നിന്നും ഈടാക്കുവാൻ അവരോട് നൽകുവാൻ ഉത്തരവിട്ടു. ഈ പണം 6 വർഷങ്ങൾക്ക് മുമ്പാണ് വിധിക്കുന്നത്. അതിൻ്റെ പലിശയെല്ലാം കൂട്ടി 40 ലക്ഷത്തിലധികം രൂപ വരും. അവർക്ക് ആ പണം കൊടുക്കുവാൻ അവർക്ക് കോടതി കെട്ടിവെക്കാൻ തയ്യാറാവുന്നപ്പോൾ അവരുടെ റോബിൻ്റെ പേരിൽ 20 സെൻറ്റോളം സ്ഥലമുണ്ട്. അത് വലിയ തുകയൊന്നും കിട്ടുന്നതല്ല. ആ സ്ഥലവും ഒപ്പം ഈ മുഹമ്മദ് പെരുമ്പാവൂരടുത്തുള്ള ആളാണ്. മുഹമ്മദ് എന്നയാൾക്ക് 5 സെൻറ്റ് സ്ഥലവും 2 നില വാർക്ക വീടുമുണ്ട്. ആ വാർക്ക വീടും കോടതി അറ്റാച്ച് ചെയ്തു. ഇനി ഈ 2 വസ്തുക്കളും ലേലം ചെയ്ത് കിട്ടുന്ന തുക റോസിലിന് നഷ്ടപരിഹാരമായി കൊടുക്കും. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതിൻ്റെ കാരണം, ഈ റോബിൻ എന്ന യുവാവ് 2 വർഷം ഈ വാഹനാപകടം ഉണ്ടാകുന്ന 2 വർഷങ്ങൾക്ക് മുമ്പാണ് പെരുമ്പാവൂരുള്ള മുഹമ്മദിൽ നിന്ന് ഈ മോട്ടോർ സൈക്കിൾ വാങ്ങുന്നത്. മുഹമ്മദ് കൊടുക്കുമ്പോൾ ഈ വാഹനത്തിന് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. പിന്നീട് അത് പുതുക്കുന്ന കാര്യത്തിൽ റോബിൻ വീഴ്ച വരുത്തി. ഈ വാഹനം മുഹമ്മദ് വിറ്റ സമയത്ത് എഗ്രിമെൻ്റ് പ്രകാരം വിൽക്കുന്നത്, പക്ഷേ RC ഓണർഷിപ്പ് ചേഞ്ച് ചെയ്തിരുന്നില്ല. RC ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാതെ വന്നുകൊണ്ട് റോബിനുണ്ടായ അതേ ഉത്തരവാദിത്വം ആർക്കും വന്നു, മുഹമ്മദിനും ഉണ്ടായി. ഈ ലയബിലിറ്റി 2 പേർക്കും ഉണ്ടായി. ഇവിടെ ഞാൻ ഈ സംഭവം നിങ്ങൾ വിവരിക്കാൻ കാരണം, പ്രിയപ്പെട്ടവർ, നമ്മൾ അറിയണം, നമ്മുടെ നിരത്തിൽ ധാരാളം വാഹനങ്ങളുണ്ടാകുന്നത്. ധാരാളം വാഹനങ്ങൾ ഓടുമ്പോൾ വാഹനാപകട സാധ്യതകൾ കൂടും. റോഡിലൂടെ സഞ്ചരിക്കുന്നവർക്കാകാം വാഹനാപകടത്തെ തുടർന്ന് പരിക്കുകൾ പറ്റിയാൽ ആ വാഹനങ്ങൾക്ക് മതിയായ ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടെങ്കിൽ ആ പരിക്കേൽക്കുന്ന ആൾക്ക് ഹോസ്പിറ്റലിൽ എത്ര വലിയ ഹോസ്പിറ്റലിൽ കൊണ്ട് ചികിത്സിച്ചാലും ഹോസ്പിറ്റലിൽ ചികിത്സിച്ച മുഴുവൻ ഇൻഷുറൻസിൻ്റെ സംരക്ഷണവും ചികിത്സാ ചെലവും ഒപ്പം തന്നെ അവർക്കുണ്ടാകുന്ന നഷ്ടപരിഹാരവും ആ ഇൻഷുറൻസ് കമ്പനി കൊടുക്കും. വാഹനത്തിന് ഇൻഷുറൻസ് ഇല്ലാതെ വന്നാൽ ഞാനിപ്പോൾ വിവരിച്ചതുപോലെ മുഹമ്മദിനുണ്ടായതുപോലെ റോയ്ക്കുണ്ടായതുപോലെ ആ നഷ്ടപരിഹാര തുക മുഴുവൻ ആ വാഹനം ഓടിച്ചാലും അല്ലെങ്കിൽ RC കൊണ്ട് കൊടുക്കേണ്ട അവസ്ഥ വരും. ഒപ്പം തന്നെ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം, വാഹനം വിൽക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും അതിൻ്റെ RC ഓണർഷിപ്പ് നമ്മൾ മാറിയിരിക്കണം. RC ഓണർഷിപ്പ് മാറാതിരുന്നാൽ ഇതുപോലെ വാഹനാപകടമോ മറ്റെന്തെങ്കിലും കേസുകളോ വന്നു കഴിയുമ്പോൾ അതിൻ്റെ റെസ്പോൺസിബിൾ പേഴ്സൺ, ഉത്തരവാദിത്തപ്പെട്ട ആളെന്ന് പറയുന്നത് RC ഓണറായി പോകും. അന്നേരം ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനം എടുത്ത് നമ്മൾ പുറത്തെടുത്ത് ഓടിക്കുമ്പോൾ ഈ വാഹനം ഇടിച്ച് ആളുകൾക്ക് പരിക്കേൽക്കുകയോ മരണം സംഭവിക്കുകയോ ചെയ്താൽ മുഴുവൻ നഷ്ടത്തിനും ഉത്തരവാദി വണ്ടി ഓടിച്ചയാളും RC ഓണറായി മാറും. അപ്പോൾ നമ്മൾ അന്ന് വരെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ എല്ലാ സ്വത്തുകളും നഷ്ടപ്പെടുന്ന, നമ്മളുടെ സ്വപ്നമായ വീടും സ്ഥലവും ഒക്കെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ഉറപ്പെടുന്ന റോഡിലേക്ക് വാഹനവുമായി ഇറങ്ങുന്നതിനും ഞാൻ ഓടിക്കുന്ന വണ്ടിക്ക് ഇൻഷുറൻസിൻ്റെ പരിരക്ഷ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ട ചുമതല വാഹനം ഓടിക്കുന്നവർക്കും അത് കൊടുത്തുവിടുന്നവർക്കും RC ഓണർക്കും ഉണ്ടെന്ന് നമ്മൾ തിരിച്ചറിയുക. പോലീസ് ഉദ്യോഗസ്ഥനതിൽ ഒട്ടേറെ അനുഭവങ്ങൾ എനിക്ക് അറിയാം. അതുകൊണ്ട് ആണ് ഈ വീഡിയോ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ഇനിയും ഇതുപോലെ ദുരന്തങ്ങൾ ഉണ്ടാകാതിരിക്കണം. ഞാൻ ഈ പറയുന്ന ഭാഗങ്ങൾ കറക്റ്റാണ് ശരിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കഴിയുന്നിടത്തോളം ആളുകളിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുക. ഏവർക്കും നന്ദി.